എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. മൺചട്ടിയൊക്കെ നമുക്ക് മയക്കി നോൺ സ്റ്റിക്ക് പോലെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അന്നേരം നിത്യജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും നേരെ പോകാമേ. അന്നേരം നമ്മളെടുത്തിരിക്കുന്നൊരു മൺചട്ടിയാണ്. മൺചട്ടി മയക്കി എടുക്കുക എന്ന് പറയുന്നത് പല രീതി മയക്കി എടുക്കുക, ഒരു ദിവസം കൊണ്ട് മയക്കി എടുക്കുന്നവരാണ്. പക്ഷെ അത് കുറേ നാൾ ഈട് നിൽക്കാൻ പൊട്ടാതിരിക്കാനും വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് പൊടിക്കൈകൾ. അത് നമ്മൾ ആദ്യമായിട്ട് മൺചട്ടി വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒന്നെങ്കിൽ കടലമാവിൻ്റെ പൊടി, സോപ്പ് ഉപയോഗിക്കരുത്. എന്നിട്ട് ഇതിൽ സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഉരച്ച് കഴുകിയെടുക്കണം. ഇപ്പം നമ്മൾ സാധാരണ പണ്ട് കാലങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാമ്പലാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പം നമ്മൾ അതിന് പകരമായിട്ട് ചാമ്പൽ ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ. പാത്രം കഴുകി നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട്. ഇപ്പം നമ്മളിവിടെ മൺചട്ടി ഞാൻ സാധാരണ കഴുകാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള സ്ക്രബ്ബറൊന്നും ഉപയോഗിക്കത്തില്ല. സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബറും അതുപോലെ തന്നെ കടലമാവിൻ്റെ പൊടിയും കൂടെ ചെയ്തിട്ടാണ് നമ്മൾ മൺചട്ടി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നത്. ഇപ്പം മൺചട്ടി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനെ ഒന്ന് കത്തിച്ചെടുക്കണം, കരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ചട്ടിയെ. അന്നേരം ഈ രീതിയിൽ ചെയ്യുമ്പോൾ കുറേ നാളത്തിന് മൺചട്ടി ഈട് നിൽക്കും, അങ്ങനെ പൊട്ടിപ്പോകുകയൊന്നുമില്ല. അതുപോലെ തന്നെ പിന്നെ നമുക്ക് നോൺ സ്റ്റിക്ക് പോലെ ഉപയോഗിക്കുകയും ചെയ്യാം. അതായത് രാവിലെ നമ്മൾ ചെയ്തു, എന്നിട്ട് ഇതിനെ നമ്മൾ നല്ല പോലെ ഒന്ന് ഈ കരിയിലെല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് ഒന്ന് കത്തിച്ചെടുക്കുകയാണ്. കരിയിലെല്ലാം കൂടി ഈ ഒരു മൺചട്ടിയുടെ മണ്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിൽ ആ ഒരു തീ അണയുന്ന വരെ ആ ഒരു തീയിൽ കിടന്ന് മൺചട്ടി ഒന്ന് നല്ല പോലെ ഒന്ന് കരിഞ്ഞ് കിട്ടട്ടെ. അങ്ങനെ ചെയ്യുമ്പോൾ കുറേ നാളത്തിന് ആ മൺചട്ടി നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് നമ്മളെപ്പോഴും പറയാറില്ല, മൺചട്ടിയിൽ പാചകം ചെയ്യുന്നതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. അത് സത്യമാണ്. നമ്മളിപ്പം ഞാൻ ചോറ് വെക്കുന്ന കാലം വരെ മൺചട്ടി രീതിയിലോട്ട് മാറ്റിയാലെന്ന് പലപ്പോഴും ചിന്തിക്കും. പക്ഷേ നമ്മൾ മയക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കും. ഇപ്പം മിക്ക ആൾക്കാരും മീനൊക്കെ കറി വെക്കാനാണ് ഈ ഒരു മൺചട്ടി ഉപയോഗിക്കുന്നത്, അല്ലാതെ വേറൊരു കാര്യത്തിനും ഉപയോഗിക്കാറില്ല. കാരണം നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടും. അത് കുറേ നാളത്തിനൊന്നും ഈട് നിൽക്കില്ല. പക്ഷേ കുറച്ച് മെനക്കേടാണ് ഈ ഒരു മൺചട്ടിയൊക്കെ മയക്കിയെടുക്കുന്നത്. ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ 2-3 ചട്ടികൾ ഒരുമിച്ച് ചെയ്യുവാണെങ്കിൽ ഒരേ സമയത്ത് തന്നെ എല്ലാം മയക്കിയെടുക്കുകയും ചെയ്യാം. നല്ലൊരു ഇതുമായിരിക്കും. നമുക്ക് തോരൻ വെക്കാനോ അവിയലൊക്കെ വെക്കാനോ ചോറ് വെക്കാനൊക്കെ ഉപയോഗിക്കാം. ഇതിപ്പോൾ നമ്മൾ നല്ല പോലെ അത് കരിച്ചെടുത്തിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമ്മളിതിനെ എടുത്ത് ആ ഒരു ചാമ്പലൊക്കെ മാറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പുളിച്ച കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ പുളിക്കാത്ത കഞ്ഞിവെള്ളമോ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്ക് നേരെ വിറകടുപ്പിലോട്ട് വെക്കാം. അപ്പോൾ നമുക്ക് വിറകടുപ്പില്ലെങ്കിൽ ഗ്യാസിൽ വെച്ചാൽ മതി. ഒരുപാട് ഗ്യാസ് തീരും കേട്ടോ. അതുകൊണ്ടാണ് വിറകടുപ്പുണ്ടെങ്കിൽ അങ്ങനെ വെക്കും. ഇപ്പോൾ നമ്മൾ വെളിയിൽ വലിയതായിട്ട് വിറകടുപ്പൊന്നുമില്ല, വെളിയിൽ ഒരു അടുപ്പ് പൂട്ടിയിട്ട് നമ്മളിതിൽ നല്ലപോലെ ഒന്ന് കത്തിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെറുപയർ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വരെ അരി ഇട്ട് കൊടുക്കാം, തേയില ഇട്ട് കൊടുക്കുന്നവർ കാണാം. അല്ലെങ്കിൽ കഞ്ഞിവെള്ളം വെറുതെ ഇതിൽ നിന്ന് വറ്റിച്ചെടുക്കുക. നമ്മൾ 2-3 കമ്പ് വെക്കുമ്പം തന്നെ ആ ഒരു തീ ഒന്ന് നല്ലപോലെ വന്ന് അത് അണയുന്ന രീതി ആകുമ്പോഴത്തേനും ആ ഒരു മൺചട്ടിയിൽ, ഇതിപ്പോൾ ചെറിയ ചട്ടിയല്ലേ, അതിൽ ആ ഒരു വെള്ളമെല്ലാം നല്ലപോലെ കഞ്ഞിവെള്ളം വറ്റി വരും. ഇതിപ്പം വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. അതിന് ഇതൊന്ന് ഒത്തിരി അങ്ങ് വറ്റിപ്പോയി കേട്ടോ. ഞാനധികം ശ്രദ്ധിക്കാത്തതിന് ഒത്തിരി വറ്റിപ്പോയി. ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്താൽ മതി. പെട്ടെന്ന് തന്നെ അതങ്ങ് ക്ലീൻ ആയി കിട്ടും കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട. മൺചട്ടിയിൽ എന്ത് പറ്റി പിടിച്ചാലും അത് നമുക്ക് പെട്ടെന്നത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇതിനെ കൊണ്ടുവന്ന് നമുക്ക് ഇനി എണ്ണ ഒഴിച്ചൊന്ന് തുടയ്ക്കണം. എണ്ണയെന്ന് പറയുമ്പോൾ ഇതിപ്പം രാവിലെ നമ്മൾ കത്തിച്ച് കനലാക്കി കരി പിടിപ്പിച്ചു, വൈകുന്നേരം ആയപ്പോഴത്തേനും അത് നല്ല രീതിയിൽ കിട്ടി. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് നമ്മൾ ലേശം വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരു ദിവസം കൊണ്ട് നമുക്ക് മയക്കിയെടുക്കാം. വളരെ പെട്ടെന്നുള്ള കാര്യമാണ് കേട്ടോ. അന്നേരം ഇതുപോലെ നമ്മളൊന്ന് വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് തേച്ചിട്ട് ഇതുപോലെ ഒന്ന് വെക്കുക. കുറച്ച് നേരത്തിനൊന്ന് വെക്കുക. അന്നേരത്തിന് ആ ഒരു എണ്ണയല്ല, വെളിച്ചെണ്ണയല്ല, ഇതിപ്പം നമ്മുടെ ആ ഒരു ചട്ടിയിലോട്ട് ഇങ്ങനെ പിടിക്കും. ഒന്നെങ്കിൽ വെയിലത്ത് വെക്കുന്നവരുണ്ട്, വെയിലത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ചൂട് ഒന്ന് പെട്ടെന്ന് തന്നെ അതങ്ങ് എണ്ണ ആ ഒരു ചട്ടിയിലോട്ട് അങ്ങ് പിടിക്കും കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് അന്നേരം തന്നെ ഉപയോഗിക്കും. ഇതിപ്പം തന്നെ മയക്കി എടുത്തേക്കുന്നതാണ്. പിന്നെ എല്ലാവരും പറയും നമ്മൾ ഉടനെ കറിയൊക്കെ വെക്കാൻ പാടുണ്ടോ, അങ്ങനെയൊക്കെയില്ല. അന്നേരം അങ്ങനെ സംശയമുള്ളവരാണെങ്കിൽ ആദ്യം നമ്മൾ ഇത് ഗ്യാസിലാണ് ഞാൻ വെക്കുന്നുണ്ട്. ഗ്യാസിൽ വെച്ചിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവാള ഒന്ന് അരിഞ്ഞൊന്ന് വഴയിട്ട്, സവാളയോ അല്ലെങ്കിൽ കറിവേപ്പിലയോ എന്തെങ്കിലും തോരൻ വെക്കുന്ന എന്ത് കാര്യം, ഇപ്പോൾ തേങ്ങയൊക്കെ ആണെങ്കിലും ഒന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് ആ എണ്ണ ഒന്ന് ചട്ടിയിൽ ആ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് അതൊന്ന് തിളയ്ക്കുമ്പം അതിലേക്ക് ഞാനിപ്പം ഇച്ചിരിയും സവാള ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞ പച്ചക്കറിയോ തേങ്ങയോ എന്തോ വേണമെങ്കിലും ഒന്ന് വറുത്തെടുക്കുക.
വറുത്ത് നല്ലപോലെ വഴറ്റി ആ ഒരു ചട്ടി ഒന്ന് ആ ഒരു മണമൊക്കെ ആ ചട്ടിയുടെ ഫ്രഷ് ആയിട്ടുള്ള ഒരു മണമൊക്കെ മാറിയിട്ടുണ്ട്. പാചകം ചെയ്തു ഇപ്പോൾ നല്ല രീതിയിൽ നമുക്ക് പാചകം ചെയ്യാം. പക്ഷേ അങ്ങനെ പെട്ടെന്ന് പാചകം ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ ഇതുപോലൊന്ന് ചെയ്താൽ മതി. വഴറ്റി തേങ്ങയോ എന്തെങ്കിലും ഒന്ന് വഴറ്റി മാറ്റിയിട്ട് പിന്നെ നമുക്കത് ഉപയോഗിക്കാം. അന്നേരം ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് മൺചട്ടി നല്ല രീതിയിൽ മയക്കി എടുക്കാൻ പറ്റും. നമുക്ക് ഒത്തിരി നേരം ഒന്നും കഞ്ഞിവെള്ളത്തിൽ വെച്ച് വെക്കേണ്ട ആവശ്യമില്ല. അതുമല്ലാതെ നമുക്ക് കുറേ നേരം 2-3 വെള്ളമൊന്നും നമുക്ക് ഈ പറയുന്ന കണക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസം കൊണ്ട് നമുക്ക് പെട്ടെന്ന് മൺചട്ടി എടുക്കാം. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ മുട്ട ഈ ഒരു ചട്ടിയിൽ പൊരിച്ചെടുക്കുന്നതാണ്. മീൻ വറക്കാം, ഇറച്ചി വറക്കാം, നോൺ സ്റ്റിക്ക് പോലെ നമുക്കിത് ഉപയോഗിക്കുക. ഈ രീതിയിൽ ചെയ്യുവാണ് കേട്ടോ. അടിക്കൊന്നും പിടിക്കാണ്ട് നമുക്ക് ഇതുപോലെ മൺചട്ടിയിൽ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ ഒരു ടേസ്റ്റ് കൊണ്ടാണ് മൺചട്ടി എല്ലാവരും ഉപയോഗിക്കുന്നത് പണ്ട് കാലം മുതൽ. അന്നേരം പിന്നെ നമ്മൾ എപ്പോഴാണെങ്കിലും മൺചട്ടി ഉപയോഗിക്കുക കഴുകുമ്പോഴും പിന്നെ നമ്മൾ സോപ്പ് ഉപയോഗിക്കാതെ നമ്മൾ സാധാരണ ഇതുപോലെ കടലമാവോ സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബറോ ഉപയോഗിച്ചിട്ട് മാത്രം കഴുകുക. പിന്നെ എപ്പോൾ നമ്മൾ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി ഉണങ്ങി വെള്ളം നനവ് മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ച് ഒന്ന് തുടച്ച് വെക്കുകയാണെങ്കിൽ മൺചട്ടി പൂക്കില്ല. പിന്നീട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല ഇതായിട്ട് നോൺ സ്റ്റിക്ക് പോലെ ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലൊന്ന് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ ചില മൺചട്ടി കുറച്ച് നാൾ ഉപയോഗിക്കാതെ പിന്നെ എടുക്കുമ്പോൾ പെട്ടെന്നത് പൂപ്പൽ വരത്തില്ലേ, അങ്ങനെ വരാതിരിക്കാനും മൺചട്ടിയിൽ നമുക്ക് മീനോ ഇറച്ചിയോ ഒക്കെ മുട്ടയൊക്കെ പൊരിക്കുമ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാനും നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി ആ ഒരു വെള്ളം നനവ് മാറിക്കഴിയുമ്പോൾ ഇതുപോലൊന്ന് എണ്ണ ഒഴിച്ചൊന്ന് തുടച്ച് വെച്ചാൽ മാത്രം മതി. അത് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് മൺചട്ടി വളരെ പെട്ടെന്ന് തന്നെ മയക്കിയെടുക്കാൻ പറ്റും. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അന്നേരം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അന്നേരം നമ്മുടെ നിത്യജീവിതത്തിൽ ഇനിയും ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക് കവറില്ലേ, പ്ലാസ്റ്റിക് കവർ കണ്ട് ഇതുപോലെടുത്ത് അയയിൽ 2 തുണി കുത്തുന്ന ക്ലിപ്പും വെച്ചിട്ട് ഇതുപോലൊന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുക. അതായത് നമ്മൾ ഷൂ ഒക്കെ കഴുകിയതിന് ശേഷം നമ്മൾ ഉണക്കുവാണെങ്കിൽ ഒത്തിരി സമയം എടുക്കും അത് ഉണങ്ങി കിട്ടാൻ വേണ്ടി. ഒന്ന് കുത്തിച്ചാരി വെക്കുകയാണെങ്കിൽ ഒരു സൈഡ് മാത്രമേ ആ ഒരു വെള്ളം നനവ് മാറത്തുള്ളൂ, താഴ്ഭാഗത്ത് വെള്ളം ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. പക്ഷേ ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും പെട്ടെന്ന് നമുക്ക് ഈ ഒരു നമ്മുടെ ഷൂ ഉണങ്ങിക്കിട്ടുകയും ചെയ്യും. ഇത് തറയിൽ പോയി മണ്ണിലൊന്നും വീഴത്തുമില്ല കേട്ടോ. ഇതുപോലെ ചെയ്യുക. ഷൂവിൻ്റെ ഉള്ളിലോട്ട് ഈ ഒരു സഞ്ചിയുടെ ഉള്ളിലോട്ട് ആ ഒരു പിടി ഭാഗത്തോട്ട് ഇതുപോലെ വെക്കുകയാണെങ്കിൽ വളരെ സേഫായിട്ട് വെള്ളമെല്ലാം വാർന്ന് പെട്ടെന്ന് തന്നെ ആ ഒരു ഷൂ ഉണങ്ങിക്കിട്ടും. നല്ല വിലയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും. കാറ്റൊന്നും അടിച്ച് തറയിൽ വീഴുമെന്നുള്ള പേടിയും വേണ്ട. നമുക്ക് ഷൂ ഒക്കെ ഉണങ്ങാൻ പറ്റിയ വളരെ എളുപ്പകരമായിട്ടുള്ളൊരു ട്രിക്കാണ്. ഇപ്പോഴത്തെ ഒരു ചൂടെന്ന് വെച്ചാൽ ഭയങ്കര കാഠിന്യമുള്ളൊരു ചൂടാണ്. നമ്മൾ കരിഞ്ഞു പോകും ഈ ഒരു ചൂടത്തല്ലേ. അത് നമുക്ക് ഇപ്പം എ സി ഉള്ളവർ കാണും, എ സി ഇല്ലാത്തവർ കാണും. മിക്ക വീടുകളിലും എ സി ഉണ്ട്. പക്ഷേ കറണ്ട് ചാർജ് എന്ന് പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. അന്നേരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഇത്. ഇതിലൊന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. 2-3 ചിരട്ട ഈ ഒരു പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു പാത്രം നിറയെ നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. അപ്പം നമുക്ക് ചെറിയ ചെറിയ പാത്രങ്ങൾ വെക്കാം, ഒരു ചിരട്ടയായിട്ടോ. കാരണം ഈ ചിരട്ട വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ കുറേ നേരം കൂടെ ആ ഒരു തണുപ്പിന് നമുക്ക് നിലനിൽക്കാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഇതിനെ നമ്മൾ നേരെ ഫ്രീസറിലോട്ട് വെക്കുകയാണ്. ഇതൊന്ന് കട്ടയായി കിട്ടണം. ഫ്രീസായി കിട്ടിക്കഴിയുമ്പോൾ ഇപ്പോൾ ഇതുപോലെ ഫ്രീസായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ രാത്രിയിലാണല്ലോ ഈ ഒരു ചൂടിനെ നമുക്ക് പകലെങ്ങനെയും പോകും, രാത്രി ഉറങ്ങാൻ പോലും പറ്റത്തില്ല ചൂട് കാരണം അല്ലേ. അന്നേരം ഇത് നമ്മൾ നേരെ ഒരു ബക്കറ്റിലോട്ട് മാറ്റിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ 2-3 പാത്രത്തിൽ ചെയ്തിട്ട് നല്ല ഫുൾ സ്പീഡിൽ ഫാൻ്റെ കീഴിലോട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫാൻ്റെ കാറ്റ് കൊണ്ട് ഈ ഒരു തണുപ്പ് ഈ റൂം മുഴുവനും റൂം അടച്ചിടണം കേട്ടോ, റൂം മുഴുവനും ആവും. അന്നേരം നമുക്ക് ഈ ഒരു ചൂടിനെ അതിജീവിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ട്രൈ ചെയ്ത് നോക്കുക. കറണ്ട് ബില്ലും വലുതായിട്ട് കൂടില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഫ്രീസറിൽ വെക്കാൻ ഒട്ടും സമയം കിട്ടില്ല. ഒരു 2-3 പാത്രത്തിൽ ബേസിനിലോ നമ്മൾ ഇതുപോലെ വെള്ളം വെച്ചാലും ഫാൻ്റെ കീഴിൽ വെക്കുകയാണെങ്കിൽ നല്ലൊരു തണുപ്പ് കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു വെള്ളത്തിന് ചൂടാവും ഈ ഒരു കാലാവസ്ഥ കൊണ്ട്. ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ നേരം ആ ഒരു തണുപ്പ് നിൽക്കും. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു ബ്ലൗസാണ് എടുത്തിരിക്കുന്നത്. സാരിയും ബ്ലൗസും ഇപ്പോൾ എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്ത് ചിലപ്പം സാരിക്ക് മാച്ചാവുന്ന ബ്ലൗസ് കാണത്തില്ല, ബ്ലൗസിന് മാച്ചാവുന്നിട്ടുള്ള സാരി കാണത്തില്ല. അങ്ങനെയൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ് ചില സമയത്ത്. സമയവും കാണത്തില്ല, വെപ്രാളം പിടിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നറിയില്ല. അന്നേരം നമ്മൾ സാരിയൊക്കെ മടക്കുന്ന സമയത്ത് അതിൻ്റെ സെയിം പിന്നെ മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ സാരി വെച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ ഇത് നമ്മൾ ആ ഹുക്കൊക്കെ ഇട്ട് ആ കൈയൊക്കെ കൃത്യമായിട്ട് മടക്കിയിട്ട് സാരി മുകളിൽ നിന്ന് ഇതുപോലെ നമ്മൾ മുകളിൽ നിന്നൊന്ന് മടക്കി
താഴെ നിന്നും മടക്കിയിട്ട് ഈ ഒരു സാരിയുടെ ഉള്ളിലോട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അന്നേരം നമ്മൾ ഈ രീതിയിൽ സാരിയൊക്കെ മടക്കി ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അലമാരിയിലൊക്കെ കൃത്യമായിട്ട് അത് അടുക്കും ചിട്ടിയോടെ ഇരിക്കും. ഓരോന്നോരോന്ന് നമ്മൾ തപ്പേണ്ട ആവശ്യമില്ല. ബ്ലൗസ് വേറെ ചിലർ സെപ്പറേറ്റ് ബ്ലൗസ് സാരിക്ക് ഉപയോഗിക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വെക്കും. പക്ഷേ എന്നാൽ അത് തപ്പിയെടുക്കാൻ കുറച്ച് സമയം വരും. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പാവാട ബ്ലൗസ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ഹാങ്കറിൽ തൂക്കം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ അതിന് ഒത്തിരി പേര് കമൻറ്റ് ഇട്ടു. അതിന് എല്ലാത്തിനും മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസും സാരികളും പാവാടയൊക്കെ എല്ലാത്തിനും ഓരോന്ന് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഇല്ല, പലതിനും നമ്മൾ ഉപയോഗിക്കുമെന്ന് പറയാം. പക്ഷേ ഇപ്പോൾ ബ്ലൗസിന് മാച്ച് മിക്കതും ഈ കോമൺ ആയിട്ടുള്ള ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ സാരിയുടെ കൂട്ടത്തിൽ ബ്ലൗസ് കിട്ടുന്ന ഇതില്ലേ, അങ്ങനെ തയ്ക്കുന്നില്ല. അങ്ങനത്തുള്ളതൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് നമുക്കിത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും സാരി കൊടുക്കുന്ന സമയത്ത്. അന്നേരം ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ. അന്നേരം വളരെ എളുപ്പത്തിൽ നമുക്ക് സാരിക്ക് മാച്ചാവുന്ന ബ്ലൗസും സാരിയും ഇതുപോലെ മടക്കി വെക്കുകയാണ് ഈ എളുപ്പകരം, പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവരെ സംബന്ധിച്ചോളം ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. അന്നേരം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. എപ്പോഴും പറയുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.